അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ വിരിപ്പിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിലേക്ക് അർപ്പിക്കേണ്ട 7 കാര്യങ്ങൾ. ഒന്നാമതായി, നമ്മുടെ വിരിപ്പിലേക്ക് പോകുമ്പോൾ നാം വുളു ഉള്ള അവസ്ഥയിലേക്ക് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വലിയൊരു ഇബാദത്താണ് വുളു എന്നുള്ളത്. രണ്ടാമതായി, നമുക്കറിയാം ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ആയത്തുൽ കുർസി എന്നുള്ളത് പൈശാചിക പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്ന രക്ഷാകവചമാണ്. മൂന്നാമതായി, ആമന റസൂൽ പാരായണം ചെയ്യുക. ഒരാൾ തന്റെ രാത്രിയിൽ ആമന റസൂൽ പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ അത് മതി എന്നാണ്. നാലാമതായി, സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുക. അഞ്ചാമതായി, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. ഖുർആനിന്റെ 1/3 എന്നാണ് സൂറത്തുൽ ഇഖ്ലാസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്യാൻ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുക. ആറാമതായി, സൂറത്തുൽ ഫലഖ് നാം പാരായണം ചെയ്യുക. ഏഴാമതായി, സൂറത്തുൻ നാസ് പാരായണം ചെയ്യുക. സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഇവ രണ്ടും കൂടി അൽ മുഅവ്വിദത്തൈൻ എന്ന് നാം പറയാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വിരിപ്പിലേക്ക് പോകുമ്പോൾ നാം ശ്രദ്ധയോടുകൂടി ശീലമാക്കേണ്ട, ബോധപൂർവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട, ശീലമാക്കേണ്ടുന്ന പ്രവൃത്തികളാണ്, അമലുകളാണ്. ഈ അമലുകൾ ചെയ്ത് നമ്മുടെ വിരിപ്പിലേക്ക് എത്തുന്ന നല്ല ശാന്തമായ ഉറക്കം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നു മുതൽ നമ്മുടെ ജീവിതം രാവിലെ ആരംഭിക്കുന്ന പ്രാർത്ഥന കൊണ്ടും വിരിപ്പിലേക്ക് പോകുന്നത് വുളു കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമായട്ടെ. പ്രാർത്ഥന കൊണ്ട് തുടങ്ങി പ്രാർത്ഥന കൊണ്ട് അവസാനിക്കുന്ന രൂപത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാം. നല്ല ഒരു ജീവിതം ഭാവിയിലും അള്ളാഹു നമുക്ക് നൽകട്ടെ എന്നാശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.